കോഴിക്കോട് മുക്കത്ത് പോലീസുകാരന്റെ വീട്ടിൽ മോഷണ ശ്രമം. SIയുടെ വീടിന്റെ വാതിൽ പൊളിച്ച മോഷ്ടാക്കൾ അകത്ത് കടക്കുകയായിരുന്നു. ലാപ്ടോപ്പ് അടക്കമുള്ള സാധനങ്ങൾ പുറത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. മോഷണ സംഘത്തിലെ ഒരാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ഷഹദ, ഈ തീക്കട്ടയിൽ തന്നെ ഉറുമ്പരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇത് പോലീസുകാരന്റെ വീടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മോഷ്ടാക്കൾ അകത്ത് കയറിയതാണോ അതോ അബദ്ധം പറ്റിപ്പോയതാണോ? എത്ര പേര് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു? ഒരാളെ പിടികൂടിയിട്ടുണ്ട്. മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഷിയാസ്, അബദ്ധം സംഭവിച്ചതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ യുവാക്കൾ, അതായത് 3 യുവാക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ യുവാക്കൾ മദ്യപിച്ചിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് എന്ന കാര്യമാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇത് പോലീസുകാരന്റെ വീടാണ് എന്ന കാര്യം ഇവർക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. ഇതിൽ ഒരാളെ മാത്രമാണ് പോലീസിന് ഇപ്പോൾ പിടികൂടാൻ ആയിട്ടുള്ളത്. അരീക്കാട് സ്വദേശിയായിട്ടുള്ള മിയാസ് ബാബു എന്നാണ് ഈ യുവാവിന്റെ പേര്. അപ്പോൾ ഇവർ 3 പേരുമാണ് ഈ പോലീസുകാരന്റെ, അതായത് SIയുടെ വീട്ടിൽ മോഷ്ടിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ SIക്കൊപ്പം താമസിക്കുന്ന മറ്റൊരാൾ ഈ മോഷ്ടാക്കളെ കാണുകയായിരുന്നു. ഉടൻ തന്നെ ഇവരെ ഓടിച്ചിട്ട് പിടികൂടാൻ ശ്രമിച്ചു. പക്ഷേ 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഒരാളെ പോലീസ് പിടികൂടുകയും ചെയ്തു. കാരണം ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ ഉടൻ തന്നെ SIന് വിവരം അറിയിക്കുകയും SI ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വരികയും ചെയ്തു. അങ്ങനെയാണ് മറ്റ് 2 പേർ ഓടി രക്ഷപ്പെടുകയും ഈ ഒരാളെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഈ യുവാക്കൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന സംശയം പോലീസ് പറയുന്നുമുണ്ട്. മാത്രമല്ല, അവിടെ വീട്ടിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് അടക്കമുള്ള സാധനങ്ങൾ ഇത് വീടിന് പുറത്ത് ഇത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. വീടിന്റെ പുറകുവശത്തെ വാതിൽ പൊളിച്ചാണ് ഇവർ അകത്ത് കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ മദ്യപിച്ച് ആ ഒരു ലക്കുകെട്ട സമയത്ത് തോന്നിയിട്ടുള്ള ഒരു മോഷണ ശ്രമമാണോ, അതല്ല ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണോ, ഇനി പോലീസുകാരന്റെ വീട് ആണ് എന്ന് അറിഞ്ഞിട്ട് കയറിയതാണോ, ഇനി അതല്ലാതെ കയറിയതാണോ എന്നൊക്കെ അറിയണമെങ്കിൽ കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യണം. അപ്പോൾ അതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് എന്തായാലും കടക്കും. നിലവിൽ ഒരാളെ മാത്രമാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. 2 പേരെ കൂടി പിടികൂടാനുണ്ട്. ശരി, ഷഹദ് റഹ്മാനാണ് ഈ വ്യത്യസ്തമായ ഒരു മോഷണത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പോവുകയാണ്.